വക്കാന ഹിശാമുൻ ദസ്തുവായി റഹിമഹുല്ലാഹു തആല മഹാനവറുകളായിരുന്നു. നമ്മളിപ്പോ ചർച്ച ചെയ്ത മഹാന്മാരുടെ ചര്യയിൽപ്പെട്ടതാണല്ലോ ഖബർ സന്ദർശനം മുസ്ലിം എഴുതുക. ആ കൂട്ടത്തിൽ ഹിശാമു ദസ്തുവായി എന്ന് പറയുന്ന ആള് ഇദാ സാറൽ മഖാബിറ, മഖബറെല്ലാം സന്ദർശിക്കുകയാണ് എങ്കിൽ, അങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മഹാൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്താൽ എന്തുണ്ടാവുന്നറിയോ? ഈ സിയാറത്തോടുകൂടെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് ഇടയിൽ ഖബറാളിയുടെ അവസ്ഥ മനസ്സിലാക്കി മൂപ്പര ജീവിതം അങ്ങനെയാകും ചിന്തിച്ചു. അങ്ങനെ മരണത്തെക്കുറിച്ച് ഓർത്തു. അങ്ങനെ യംകുസു അയ്യാവൻ, ഒരുപാട് ദിനങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ അവിടെ ഇങ്ങനെ താമസിക്കും വീട്ടില്. ലായസ്തറാജിൻ, ഒരു വിളക്കൊന്നും ഇവർ കത്തിക്കൂല, വിളക്കും കത്തിക്കാതെ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പോയി എപ്പോലും മഹാൻ പറയും ചെയ്യും, അതതക്കറുൽ ഖബർ, ഞാനിപ്പോൾ ഈ വിളക്ക് കത്തിക്കാതെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഖബറിലുള്ള ഇരുട്ടിങ്ങനെ മനസ്സിലാക്കുകയാണെന്ന്. ഖബറിന്റെ അകത്താത്തിലുള്ള ഇരുട്ടിങ്ങനെ ആലോചിക്കുമ്പോ ഒരു പേടി എനിക്കുണ്ട്, ആ ഇരുട്ടിങ്ങനെ അനുഭവിക്കുകയാണ് ഞാനെന്ന്. അപ്പൊ മഹാനവറുകളൊക്കെ എന്താണ് മരണത്തെ കുറിച്ച് ഓർക്കുകയാണ് സിയാറത്ത് ചെയ്യുന്നത്. അതാ ഖബറാളുടെ അവസ്ഥ, ഖബറിനുള്ളിൽ അവസ്ഥ ഓർത്തിട്ട് വീട്ടിൽ വന്നിട്ട് പുറത്തിറങ്ങാതെ ദിവസങ്ങളോളം വിളക്കൊന്നും കത്തിക്കാതെ ഇരുട്ടത്തിങ്ങനെ കൊടുത്തിരുന്നു. അത് ഖബർ ചിന്തിക്കുകയാണ് നന്നാവാൻ. അങ്ങനെയായിരുന്നു മൂപ്പരെങ്കിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല മൂപ്പരോ യസൂറു ഖുബൂർ ആബാഇഹി മിൻ ബനി ഉമയ്യ, ബനി ഉമയ്യത്ത് ഗോത്രത്തിൽപ്പെട്ട ആളാണുള്ള ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ പിതാക്കളുടെ ഖബർ സന്ദർശിക്കും. എന്നിട്ട് യഖൂലു, മഹാൻ പറയും, കഅന്നകും യാ ആബാഇ ലം തുശാരികു അഹ്ല ദുനിയാ ബി ലസ്സത്തി വലാ നഈം, എന്റെ പിതാക്കന്മാരെ നിങ്ങളൊക്കെ ദുന്യവിയായ ആൾക്കാരോട് കൂടെ രസത്തിനും അനുഗ്രഹത്തിനും കൂറാവുന്നത് പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. ഞങ്ങളെ കൂടെ രസിക്കുന്നുണ്ട്, സുഖിക്കുന്നുണ്ട് ദുന്യാവിന്, ആ കൂടകൾ ആരും കൂടാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഖബറാളികളെ കൊള്ള നോക്കിയിട്ട് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും എല്ലാവരുടെയും എന്നർത്ഥം. യഖൂലു, മഹാൻ പറയുമായിരുന്നു, മാ ഹസന ലവാഹിറ ഹാദിഹിൽ ഖുബൂരി വഇന്നമ ദവാഹി ഫി ബവാതിനിഹാ എന്നാണ്. ഈ ഖബറുകളുടെ പുറംഭാഗം എന്തോരഴകാണ് കാണാൻ, നല്ല ചന്തമുണ്ടല്ലേ, നല്ല രൂപത്തിലൊക്കെ വെച്ച് വീതകല്ലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. എന്നാ എല്ലാ പേടികളും ഭയപ്പാടുകളും കിടക്കുന്നത് എവിടെ? ഈ ഖബറിന്റെ ഉള്ളിലാണ്. ഉള്ളാണ് ശ്രദ്ധിക്കേണ്ടത്, പുറംപോടി നന്നായിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാൻ പറയുന്നു. വഖദ് റഅൽ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു റജുലൻ യദ്ഹഖു ബിൽ മഖാബരി, ഖബറിൽ വന്നാല് ഖബറാളികളെ സന്ദർശിക്കാൻ വരുമ്പോ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ മരണത്തെ കുറിച്ച് ചിന്ത വരുന്നത്. ഒരാള് മഖബറിൽ വന്നപ്പോ പെരും തിരിച്ചു കയറി നിൽക്കുക. ഇതാണ് ഹസൻ ബസരി ഞങ്ങൾ കണ്ടത്. വഖാലഹു, അപ്പോൾ ഈ ചിരിക്കുന്ന മനുഷ്യനോട് ഹസൻ ബസരി ഞങ്ങൾ ചോദിക്കാണ്, അമാ യഖിഫീക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ദാലിക, അവിടെ ചെങ്ങായി മഖബറിൽ വന്നിട്ട് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാതെ മരണത്തെ കുറിച്ച് ചിന്തിക്കാതെ നീ ചിരിച്ചിരിക്കുകയാണോ? ഹബീബാനബി തങ്ങൾക്ക് ഇത് വെറുപ്പാണെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ? അതുപോലെ എനിക്ക്. അപ്പൊ അവിടെയും ഹസൻ ബസരി റളിയല്ലാഹു തആല ഒരു ഉപദേശം നൽകുകയാണ് മഖബറിൽ വന്ന ഒരാളോട് ചിരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ആ മൊഴി പറഞ്ഞുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടമല്ല. ആ കാര്യം മനസ്സിലാക്കിക്കൂടെ, നബിനെ സ്നേഹിക്കുന്ന ഒരാളല്ലേ, അവൻ നബിനെ സ്നേഹിക്കണ്ടേ ചോദ്യം. فكان سفيان الثوري رحمه الله تعالى يقول, സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല തങ്ങൾ പറയുമായിരുന്നു, ഏഴ് ദിനങ്ങൾ ഖബറാളിയെ ഖബറിനകത്തിട്ട് പരീക്ഷിക്കപ്പെടും, ഫിത്നയാക്കപ്പെടും, ചോദിച്ചിട്ടും അല്ലാതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 7 പേരെ ദിക്റും ഖുർആനൊക്കെ ഓതിയിട്ട് എല്ലാരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും? മയ്യത്തിന് വേണ്ടി ദുആയിരിക്കും അല്ലെ. അപ്പൊ 7 ദിവസം അങ്ങനെയുണ്ട്. ولذلك استحب الصدقه عن تلك المده مساعده له حتى يلقن حجته. മഹാൻ പറഞ്ഞെന്താ, അതുകൊണ്ട് ഇസ്തഹബ്ബു, നിങ്ങൾ ഇഷ്ടപ്പെടണം, സദ്ദഖാൻഹു, ആ മയ്യത്തിനെ തൊട്ട് ധർമ്മം ചെയ്യാൻ. അപ്പൊ ഖുർആൻ പാരായണം നടത്തിക്കോ, മൗലൂദ് ഓതിക്കോളി, ഭക്ഷണം ഉണ്ടാക്കിക്കോ, പണം കൊടുത്തോ, മയ്യത്തിന് ഗുണം കിട്ടാൻ ആ ദിവസത്തിൽ. അഥവാ ഏഴുണ്ടെന്ന് എന്തിന്? മുസാഹത്തല്ലവും മയ്യത്തിന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയാത്ത ഇതൊക്കെ ഹുജ്ജത്തവും തന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് എന്താണ്? എത്തിക്കപ്പെടണം.
അത് ഇട്ടുകൊടുക്കുന്ന വരെ നിങ്ങൾ ധർമ്മം ചെയ്തോളി. അപ്പൊ ധർമ്മം ചെയ്താൽ പുണ്യമുണ്ട്, 7 ദിവസം കബറിനകത്ത് ശിക്ഷയുമുണ്ട്. അപ്പൊ 7 ദിവസം നിദ്രയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കബറാളികെ. ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് ആ മയ്യത്തിന് ഗുണം കിട്ടാൻ വേണ്ടി, സഹായം കിട്ടാൻ വേണ്ടി ധർമ്മം ചെയ്യുക എന്ന് സുഫിയാനി സൗരി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. فكان عبد الله بن عمر رضي الله تعالى عنه يقول മഹാൻ പറയാ, മറർത്തു അലാ മഖ്ബറത്തിൻ, ഒരു മഖ്ബറിന്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നുപോയി. ഫറഅയ്തു ശഖ്സൻ ഖാരിജൻ മിൻ ഖബർ, അപ്പൊ ഖബറിന്ന് ഒരാൾ പുറത്തേക്ക് വന്നൊരു വ്യക്തിയെ കണ്ടു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു വ്യക്തി വന്ന് ഞാൻ കണ്ടു. മൂർധാ മുതൽ കാലടി വരെ, തല മുതൽ കാലടി വരെ തീയിനാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ആ നിലക്കാണ് ഞാൻ അയാളെ കണ്ടത്. അതേ വഖാലി, അയാൾ എന്നോട് ചോദിക്കുകയാണ്, യാ അബ്ദുല്ലാഹ്, അല്ലേ അബ്ദുല്ലേ, ഇസ്കരീമായി, എനിക്ക് വെള്ളം കുടിപ്പിക്ക് എന്ന് പറഞ്ഞു. അബ്ദുള്ള എന്ന് വിളിച്ചുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെ പല അതിരി, അപ്പൊ ഞാൻ അറിയൂല. അറഫനി ബി ഇസ്മി അം നാദാരി കമാ യുനാദി റജുലു മല്ലായി ആയിരുന്നു. അദ്ദേഹം എന്റെ പേര് അറിഞ്ഞുകൊണ്ടാണോ എന്നെ വിളിച്ചത് എനിക്കറിയൂല. അല്ലെങ്കിൽ പേര് അറിയാത്ത ഒരാള് അബ്ദുള്ള എന്ന് വിളിക്കാറുണ്ട്. അള്ളാന്റെ അടിമയെന്ന് അർത്ഥം ഉണ്ടല്ലോ. എന്റെ പേര് അബ്ദുള്ളയാണ്, പക്ഷെ എന്റെ പേര് അറിഞ്ഞുകൊണ്ടാണോ ഈ കബറാളി വിളിച്ചത്? അതല്ല, പേരറിയാത്ത സാധാരണ ആളുകൾ, മനുഷ്യന്മാരൊക്കെ അബ്ദുള്ള എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചാൽ എനിക്ക് അറിയൂല. അങ്ങനെ എന്തിനു പറയുന്നു? എന്നോട് വെള്ളം കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അറത്വാൻ അസ്തിയഹു, അപ്പൊ അയാൾക്ക് വെള്ളം കൊടുക്കാൻ ഞാൻ കുടിപ്പിക്കാൻ തീരുമാനിച്ചു, ഉദ്ദേശിച്ചു. അപ്പൊ വഖാലിൽ മുവക്കൽബി, അയാളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നോട് പറഞ്ഞു, ലാ തുസ്തി, നിങ്ങൾ അയാൾക്ക് കുടിപ്പിക്കാൻ പാടില്ല. വലാ ജാല യദ്രിബു ബിസ്സൗത്ത്, അങ്ങനെ ഈ മലക്ക് ഇയാളെ ചാട്ടവാറ് കൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്താ റജഅ ഇലാ ഖബരിഹി, അദ്ദേഹം ഖബറിന്റെ ഉള്ളിലേക്ക് മടങ്ങുന്നത് വരെ. അങ്ങനെ ഫന്തബക്കാലേ, ഖബർ പിന്നെ അയാളെ മേലെ അത് കൂടുകയും ചെയ്തു. അപ്പൊ ഖബർ കൊണ്ട് പുറത്തു വന്നു നോക്കുമ്പോ അവസ്ഥ ഈ നിലപാടിലാണ് അയാൾ. അപ്പൊ എത്ര കാലമായിരിക്കുമ്പോൾ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? ആ ശിക്ഷ ഇങ്ങനെയാണ്, ആകെ തീയാണ്. അപ്പൊ കുടിക്കാൻ വെള്ളം ചോദിച്ചു, വെള്ളം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു നോക്കുമ്പോ മരക്കൊന്ന് അടിക്കുകയാണ്, കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഖബറിന്റെ അകത്ത് ശിക്ഷയുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് തന്നെ ധാരാളം തെളിവായി ഉണ്ടല്ലോ. നമുക്ക് ഇനിയിപ്പോ ഇല്ലെങ്കിൽ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് അനുഭവമാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾക്ക്. അത് മഹാനവർക്ക് നേരിട്ട് കാണാൻ, അങ്ങനെ മഹാന്റെ കറാമത്തോട് വെളിവായതായിരിക്കാം ഇത് നമുക്ക് പറയാം. وكان عطاء السلمي رحمه الله تعالى كثيرا ما يخرج بعد العشاء الى المقابر. عطاء السلمي തങ്ങൾ അധികവും ഇശാ നമസ്കാരം കഴിഞ്ഞാൽ രാത്രിയാണ് മഖബറകളിൽ പോകും. അങ്ങനെ പള്ളിപ്പറമ്പിലേക്ക് പോകും. മഹാനവറുകൾ ഖബറിൽ ചെന്നിട്ടോ ഖബറാളികളുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കും. അതിനുള്ള കൈവന്ന് കൊടുത്തിട്ടുണ്ടാവും. ആത്മീയ ബന്ധം നടത്താൻ കഴിയും. അങ്ങനെ ഉണ്ടല്ലോ, ഖബറാളികളുമായി സംസാരിച്ച എത്ര ആൾക്കാരുണ്ട്. മഹാനായ വെളിയങ്കോട് ഉമറക്കാലം തങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടായപ്പോ അതിനൊക്കെ മരിച്ചതായിരിക്കുന്ന ആളെ വിളിച്ചപ്പോ പോക്കനയുടെ കടക്കാന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഖബറിന് വീണ്ടും നജി വരണ്ട, അവിടെ കടന്നോന്ന് പറഞ്ഞു. ഇതിനക്കറാമത്തല്ലേ? ആ ഇന്നും വെളിയങ്കോട് പോയ കാണാലോ. അപ്പൊ എന്നതുപോലെ അള്ളാഹുത്താലാണ് ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിപ്പറമ്പിൽ പോകും. അവിടെയുള്ള ഖബറാളികളുമായി മുനാജാത്ത് നടത്തും. രാവിലെ വരെ സംസാരിച്ചു കൊണ്ടിരിക്കും. മുഹറവിയ കാര്യങ്ങളാണ്. എന്നിട്ട് പോയി അറിഞ്ഞു മുമ്പിൽ പിന്നെ മടങ്ങി പോരും ചെയ്യും. എന്നിട്ട് വെക്കാണ് യഖൂലു, മഹാൻ പറയാണ്, യാഹേ മക്കാബിർ മുത്തും എന്ന് പറയും. ഖബറാളികളെ, നിങ്ങൾക്ക് മരിച്ചുപോയി, മരണമേ എന്ന് വിളിച്ചു പറയാം. നിങ്ങളെ കർമ്മങ്ങൾ നേർക്കുന്നേരെ കണ്ടു, കർമ്മങ്ങളെ എന്ന് വിളിച്ചു. അപ്പൊ സങ്കടമാണ്. ഇങ്ങനെ ഖബറുകളുടെ അകത്ത് കിടക്കുന്ന ആളുകളുമായി മുനാജാത്ത് നടത്താനും ഖബർ സന്ദർശിക്കാനും പള്ളിപ്പറമ്പിലൊക്കെ പോയത് ഉഖ്റവിയക്കാരും ഓർത്തുകൊണ്ടാണ്. ഇത് ഇവരുടെ പതിവാണ്. മഹാനവറുകൾ യോമൻ ഒരു ദിവസം നടന്നുപോയി. അലാ മഖബറത്തിൽ, ഒരു ഖബറിന്റെ അരികിൽ കൂടെ നടന്നുപോയി. അങ്ങനെ ഖബറിന്റെ അരികിൽ കൂടെ നടന്നു പോയപ്പോ എന്ത് കാണിച്ചു എന്ന് ചോദിച്ചാൽ, മഹാനവറുകൾ തന്റെ തട്ടം അവിടെ വിരിച്ചു. മഖബറയിൽ വെച്ച് 2 റക്അത്ത് മഹാൻ നിസ്കരിച്ചു.
വക്കീലോവിതാലിക്ക. അവ ഇങ്ങനെ കാര്യം ചെയ്തപ്പോൾ മഹാനോട് ചോദിച്ചു, പള്ളിപ്പറമ്പിൽ പോയിട്ട് നിങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചു, എന്തിനാ, എന്താ അതിന്റെ ലക്ഷ്യം? ഫഖാല, അപ്പോൾ മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ദക്കർതു അഹ്ലുൽ ഖുബൂർ, ഖബറാളികളെ ഞാൻ ഓർത്തുപോയി. വഖദ് ഹീല ബൈനഹും വബൈനൽ ഇബാദത്തി, ഞാനിവിടെ ഇബാദത്ത് ചെയ്തപ്പോൾ ആരും കാണാനില്ല. ഖബറാളികളും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഇബാദത്തിന്റെ ഇടയിൽ എന്താണ്, മറയിടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇബാദത്ത് ചെയ്യാൻ ഫഅഹബബ്തു, അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്ത്? അൻ അതഖറബ ഇലല്ലാഹി തആല ബിറകഅതൈനി ബൈനഹും, അവർക്കിടയിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണം, അതെനിക്ക് ഇഷ്ടമായി. കണ്ടോ, ആരും കാണൂല, പിന്നെ ഖബറാളികൾ കാണൂല, അവർക്ക് മറട്ടിരിക്കുകയാണ്. അവരാരും കാണാതെ അള്ളാഹുവിലേക്ക് അടുക്കുവാണ് ചിന്ത. മക്ബറിന്റെ അകത്ത് കിടക്കുന്ന ആൾക്കാരുമായി ഓർത്ത് പള്ളിപ്പറമ്പിന് ബഹിഷ്കരിച്ചു മഹാൻ. ഇതൊക്കെയാണ് മഹാന്മാരുടെ ചിന്തകൾ. അതിനാണ് ഒരു പള്ളിപ്പറമ്പിൽ പോകുന്നത് അള്ളാഹ് വെക്കാൻ. മഹാൻ പറയുമായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുണ്ടല്ലോ, അത്തരം കർമ്മങ്ങളെ നിങ്ങളത് മരിച്ച ആൾക്കാർ, മരിച്ചുപോയ ആൾക്കാരെ വെളിവാക്കപ്പെടും അല്ലാഹു തആല. ഫതാറത്തൻ യുസിറൂന, ചില അമലുകൾ കാണുമ്പോൾ അവർ സന്തോഷിക്കും. ഫതാറത്തൻ യഹ്സനൂന, ചില കർമ്മങ്ങൾ കാണുമ്പോൾ അവർ ദുഃഖിതരാവും. അങ്ങനെയുണ്ട് ഖബറാളികൾ. അപ്പൊ നമ്മള് മരിച്ചുപോയ എല്ലാം കഴിയൊന്നുമില്ല, ഇത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അവിടെ മരിക്കാത്ത ആൾക്കാർ കുടുംബങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അഥവാ മകൻ ചെയ്ത് ഉമ്മാക്കും ബാപ്പാക്കും കാട്ടിക്കൊടുക്കും. ബാപ്പയും ഉമ്മയും മരിച്ചിട്ടില്ലെങ്കിൽ മക്കൾ മരിച്ചാൽ മക്കൾ കാട്ടിക്കൊടുക്കും, ഭർത്താവിന്റെ കാണിച്ചു കൊടുക്കും, ഭാര്യന്റെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ എല്ലാവരുടെയും കർമ്മങ്ങൾ മരിച്ചുപോയ ആളുകളുടെ മേൽ വെളിവാക്കും. അവർക്ക് സന്തോഷമുള്ള അമല് കാണും, സന്തോഷിക്കും. ദുഃഖമുള്ള അമല് കാണും, ദുഃഖിതരാകും. ഇത് മഹാൻ പറയുമായിരുന്നു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അങ്ങനെ വക്കാന ഗസീറമ്മ യഖൂലു, അധികവും മഹാനവർകൾ പറയുമെന്ന് ഇതായിരിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അഅമല അമലൻ തുഖസ്സാ ബിഹി അവ്വാതി ബൈനൽ അവ്വാത്ത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി നിശ്ചയമായിട്ടും ഞാൻ അഊദു ബിക, നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്തിനെ തൊട്ട്? അൻ അഅമല, അമൽ ചെയ്യാൻ, അമൽ എങ്ങനത്തെ അമൽ? തുഖ്സാ ബിഹി അവ്വാതി ബൈനൽ അവ്വാത്ത്, മരിച്ചു കിടക്കുന്ന ഖബറാളികൾക്കിടയിൽ എന്റെ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാരെ കർമ്മമായിട്ട് വഷളയാക്കപ്പെടും. ആ വിധത്തിൽ അമൽ ചെയ്യും. ആ അമൽ ചെയ്യുന്ന തൊട്ട് പടച്ചവയെ എന്നോട് കാവൽ ചോദിക്കുകയാണ്. എന്റെ അമൽ ചെയ്ത് കാരണമായിക്കൊണ്ട്, എന്റെ കർമ്മങ്ങൾ കൊണ്ട് എന്റെ കുടുംബങ്ങൾ വഷളയാവാൻ പാടില്ല, ദുഃഖിതരാവാൻ പാടില്ല. അതിനെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായിരിക്കുന്ന അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു അധികവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കണ്ടോ, അപ്പൊ ഖബറാളികൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വിഷമമുണ്ടവർക്ക്. ആ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. വക്കാനൽ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളായിരുന്നു. എന്ത്? ഇദാ ഹളറ, മഹാനവറുകൾ ഹാജരായ ദഫന മയ്യിത്തിൻ, ഒരു മരിച്ച ഒരാളെ ഖബറടക്കുവാൻ ചെയ്യുമ്പോൾ, ആ ഖബറിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ കവമ്പടയൊക്കെ നീക്കിയിട്ട് മരണം ഖബറടക്കാൻ പോവുകയാണ്. അത് കാണുമ്പോൾ മഹാനവറുകൾ അത് ഓർത്തുകൊണ്ട് അങ്ങ് ബോധരഹിതനായി വീഴാനെടുക്കുകയാകും. എന്ന് ഓരോ മഹാൻ പറയും, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിശ്ചയമായിട്ടും ഈ കാര്യം ആഖിറുൽ ഹഖീഖ്, ഇതിന്റെ അവസാനം ഉറപ്പാണ്. എന്ന് അപ്പൊ ദുനിയാവിന്റെ ആദ്യഘട്ടം, ഖബറിന്റെ ആദ്യഘട്ടം ദുനിയാവല്ലേ. അപ്പൊ ഈ ദുനിയാവിൽ ആദ്യം പ്രപഞ്ചത്യാഗിയാവൽ അവരെന്താണ്? ബന്ധപ്പെട്ടതാണ്, ഉറപ്പായതാണ്. കാരണം ഇതാണ് ഒരു മനുഷ്യന്റെ നിലപാട്. മരിച്ചു കഴിഞ്ഞാൽ ഖബറാണ്. അപ്പൊ ഈ കാര്യം അവന്റെ അവസാനമാണ്. അപ്പൊ ആദ്യത്തിൽ അവൻ സായിദാവണം എന്ന്. അപ്പൊ മരിക്കുന്ന സമയം ഓർമ്മ, മരമാടുന്ന സമയത്ത് ചെന്നാറും മരിക്കുന്ന കാര്യം ഓർമ്മ, നന്നാവേണ്ട ഓർമ്മകൾ വരികയാണ്. അതിന്റെ അവസാനം അവൻ ഭയപ്പെടുകയും ആദ്യത്തിൽ അവൻ സായിദാവുകയും വേണം. ഇതാണ് ബന്ധമായത് എന്ന് മഹാനായിരിക്കുന്ന ഹസൻ ബസരി തങ്ങൾ ഒരു മയ്യത്തിന് മറമാടുന്ന കാഴ്ച കാണുമ്പോൾ പറയുന്നത് ഇതാണ്, വഴവിയാഹി, എന്റെ സഹോദര, നീ അറിയണം. എന്തറിയണം?
അന്നഹു ലൈസ മിൻ അഖ്ലാഖിൽ ഖൗമി, നിശ്ചയമായിട്ടും ഈ ഖൗമിന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല ഹയാത്തിഹിം, അവർ ജീവിതകാലത്ത് തന്നെ അവർക്കുള്ള ഖബർ കുഴിച്ചു വെക്കുക എന്നുള്ളത് അവിടെ മര്യാദയിൽപ്പെട്ടതല്ല. ചില ആൾക്കാർ ജീവിതകാലത്തിന്റെ കുഴിവെട്ടി വെക്കാറുണ്ടല്ലോ അവര്. എന്നാൽ ഈ മഹാന്മാരൊന്നും അങ്ങനെ ഖബർ വെട്ടി വെക്കാറില്ല. അതെന്തുകൊണ്ട്? അദബൻ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെയുള്ള മര്യാദ കൊണ്ടാണ് വെട്ടിവെക്കാത്തത്. അല്ല, വെട്ടിവെക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ല. അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് ഓർത്തുകൊണ്ട് ആ മര്യാദ വെച്ചിട്ട് കുഴി വെട്ടാതിരിക്കുന്നത്. അപ്പൊ ജീവിതകാലത്തൊന്നും ഇവർക്കുള്ള ഖബറുകൾ കുഴിച്ചു വെക്കാറില്ല. അതിന് കാരണം ഇതാണ്. ഏതാണ്? അല്ലാഹു തആല പറഞ്ഞ വാക്ക്, ബി ഖൗലിഹി അസ്സ വജൽ, അല്ലാഹു തആലാന്റെ വാക്കിൽ അള്ളാഹിനോട് കൂടെയുള്ള മര്യാദയുണ്ട്. എന്താ വാക്ക്? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഓരോ ശരീരവും ഏത് ഭൂമിയിൽ വെച്ചിട്ടാ മരിക്കുക എന്നറിയൂല. അതിന്റെ കൂടെ കൂട്ടിക്കൊടുക്കുക വദുഫൻ, എവിടെ വെച്ചിട്ടാ മറമാടുക എന്നും അറിയൂല. അപ്പൊ ഇവിടെ കുഴി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് മരിച്ചോളണമെന്നില്ല. അപ്പൊ എന്റെ ഖബർ ഇതേക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുഴിച്ചു വെക്കുന്നില്ല. ഏത് രാജ്യത്താ മരിക്കായെങ്കിൽ അവിടെ ഇല്ല എന്റെ ഖബർ. അപ്പൊ അതുകൊണ്ട് എന്റെ ഖബർ ഞാൻ കുഴിച്ചു വെക്കുന്നില്ല. ഇതായിരുന്നു അവിടെ ചിന്ത. വലാക്കിൻ, ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അത് ബലഗന, നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? അന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല, നിശ്ചയമായിട്ടും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഖദ് ഹഫറ ഖബറഹു, തന്റെ ഖബർ മഹാൻ കുഴിച്ചു വെച്ചു. ബിദീർ സഫ്ആൻ, ദീർ സഫ്ആനിൽ വെച്ചുകൊണ്ട് എന്തായി ഖബർ കുഴിച്ചു വെച്ചു. ഹുവാഹു തിയാനുഹു, തന്റെ യുവാക്കളും തന്റെ കുടുംബങ്ങളൊക്കെ കൂടി ഖബർ കുഴിച്ചു. ഫജഅല യഹ്ഫറു, മഹാനവർ കുഴി കുഴിക്കുന്നു. വൽഫുത്തിയാൻ, യുവാക്കൾ യങ്കുലൂന തുറാബ, മണ്ണിങ്ങനെ ഒഴിവാക്കുന്നു. മഹാൻ കുഴി കുഴിക്കുന്നു, മഹാന്റെ ഖബറ കുഴിക്കുന്നു. ആ ഖബർ കുഴിക്കുമ്പോഴുള്ള മണ്ണൊക്കെ കൂടെയുള്ള യുവാക്കൾ അതിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹത്താ വറാബിൻ ഹുബിനെ, മഹാനവറുകൾ ഖബർ കുത്തുന്നതിൽ ഒഴിവായി. ഇതാണ് കേട്ടോ, മഹാനവറുകൾ ഖബർ മഹാൻ കുത്തിവെച്ചു. എന്നിട്ടോ ഏഴാം നാളിൽ, ഇവർ ഖബർ കുഴിച്ച ഏഴാം നാളിൽ തന്നെ ആ ഖബറിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ മറമാടുകയും ചെയ്തു. ഇങ്ങനെയുണ്ട് കഥകൾ. സാലികളാണ്, കുഴി കുത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മഹാനവറുകൾക്ക് അങ്ങനെ അള്ളാഹു തആല തോന്നിപ്പിച്ചു, ഇവിടെ വെച്ച് മരിക്കും, ഇതാണ് ഖബർ എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. അത്രയും ഉയർന്ന ആളല്ലേ മഹാനൊക്കെ വരികയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഒമാ തദ്രീ നഫ്സുൻ അയ്യി അർദിൻ തമൂത്ത് എന്ന ആയത്ത് ഓർക്കുമ്പോൾ കൊടി കുത്താൻ തോന്നുന്നില്ല. ഇങ്ങനെയാണ്. وكذلك قد بلغنا عن رجلين من بني خولان, ബനി ഖവലാനിൽപ്പെട്ട രണ്ടാൾക്കാരെ തൊട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അന്നഹുമാ ഹഫറാ ഖബറഹുമാ ഖബറൈഹുമാ, ഈ രണ്ട് ഖവലാൻ ഗോത്രത്തിൽപ്പെട്ടതായിരിക്കുന്ന രണ്ടുപേരും എന്ത് ചെയ്തു? അവർക്കുള്ള ഖബർ കുഴിച്ചു വെച്ചു. എവിടെ? ബി ബാബിൽ ഖറാഫ, മിസ്ർ, മിസ്റിലുള്ള ബാബു ഖറാഫയിൽ അവർ ഖബർ കുഴിച്ചു വെച്ചു. എന്നിട്ട് വനഖശ ഇസ്മൈഹുമാ, അവ രണ്ടുപേർക്കുള്ള നാമങ്ങൾ കൊത്തിവെക്കുകയും ചെയ്തു. അലാ ലൗഹി റുഖാം ഹുനാക, അവിടെയുള്ള മാർബിൾ കല്ലിന്റെ മുകളിൽ. അലാ ലൗഹി റുഖാമി ഹുനാക, അവിടെയുള്ള മാർബിൾ പലയുടെ മുകളിൽ അവർ രണ്ടാളെ പേരോട് കൊത്തിവെച്ചു. അന്നഹുമാ യശ്ഹദാനി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് രണ്ടുപേരും സാക്ഷ്യം വെക്കുകയും ചെയ്തു. അങ്ങനെ വഖദ് ഖറഅതു അയ്യാമ സിയാഹത്തി, അങ്ങനെ ഇവർ രണ്ടുപേരും എഴുതി വെച്ചത് ഇതാണ്. ഒരു പേരും പിന്നെ ഇത് രണ്ടോടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ എന്റെ സഞ്ചാര ദിനത്തിൽ ഞാനിത് കണ്ടു വായിച്ചു. ആര് പറയുകയാണ്? ബഹുമാനപ്പെട്ട ആരാവത് പറഞ്ഞ ഹസൻ ബസീർ തങ്ങളോ? ഹസൻ ബസീർ തങ്ങൾ തന്നെ പറയുന്നത് ഈ കഥകളൊക്കെ. അങ്ങനെ വലം വെക്കുന്ന ആയുധവും അവരിൽ ഒരാൾ ആയിരുന്നില്ല. എബിനി അലാ കബി ഖുബ്ബത്തൻ, അവരുടെ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബയും ഒന്നും പണിയെടുത്തില്ലായിരുന്നില്ല അവിടുന്ന് ആരും. അതിനുവേണ്ടി ഒരു മണിമാളിക പണിയുകയോ കെട്ടിടം പണിയോ ചെയ്തിട്ടുമില്ല. വലാ യുസഖ്റഫു ലഹു ഹായിത്തൻ, അതിനുവേണ്ടി ഒരു ഖബർ എങ്ങാനും കെട്ടിപ്പൊക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. വലാ യുജഅലു ബി തബഖാത്തി ഖുബ്ബത്തിഹി ഖബരിയ,
അവരുടെ കബരിയായ കുമ്പഴ കൂട്ടത്തിൽ ആക്കിയിട്ടുമില്ല. മുത്തസമിപത്തി സമാന നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ചില സൂഫിയാക്കൾ മരിച്ചാൽ കുബ്ബ കെട്ടും, പുര കെട്ടും, നല്ല എന്താക്കും, തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമല്ലോ. ഈ മഹാന്മാരൊന്നും ചെയ്തിട്ടില്ല. ഉറുമ്പമാക്കാന ബാലിൽ ദുൽമ. ചിലപ്പോൾ അതൊക്കെ എന്തായിരിക്കും, അക്രമപരമായ ചില സമ്പത്തൊന്നും കിട്ടിയതായിരിക്കും. അതൊക്കെ അവരതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതെ ആയിരുന്നു അവർക്ക് കുഴിയൊക്കെ വെട്ടി കല്ലുമ പേരൊക്കെ എഴുതി കൊത്തിവെച്ച് അങ്ങനെ ജീവിച്ച ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പറ്റും, തെറ്റായി എന്നാരും പറഞ്ഞിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇതുപോലത്തെ കൂട്ടത്തിൽപ്പെട്ട സ്വാലിഹായ ഒരു സഹോദരായി പേടിച്ചോ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ? അപ്പൊ ഇതുപോലത്തെ കാര്യം ആലോചിച്ച് ചിന്തിക്കും. കാലു അവരൊക്കെ പറഞ്ഞത് എത്ര കബറുകളാ സന്ദർശിക്കപ്പെടുന്നത്, പക്ഷെ കബറാളി നരകത്തിലായിരിക്കും. അനർബി ഗോത്രത്തിന് അനർബി വർഗത്തിൽപ്പെട്ട ശേഖന്മാരെപ്പെട്ട ശേഖരൻ ഞാൻ കണ്ടു. മഹാൻ എന്ത് ചെയ്തു? തന്റെ കിതാബൊക്കെ വിറ്റു, തന്റെ വസ്ത്രം വിറ്റയച്ചു, വീടും വിറ്റയച്ചു. എന്നിട്ടോ അമിലോ കുംഭത്തം താബൂത്തം അദ്ദേഹം തനിക്ക് ഖബറിൽ കുമ്പുണ്ടാക്കാൻ തീരുമാനിച്ചു, ഒരു പെട്ടിയെക്കാൻ തീരുമാനിച്ചു, വിരിയൊക്കെ. അങ്ങനെ ഷെയ്ഖിന്റെ പരിപാടിയൊക്കെ വെച്ചു. ഒരഹമിദാലിക്ക ഇതുപോലത്തൊക്കെ വെച്ചു. അങ്ങനെ സ്വറഫാലിക ജുംലത്തും ഗസീറാണ്. ഒരുപാട് സമ്പത്ത് അതിന്റെ മേൽ ഉപന്തായി ചെലവഴിച്ചു. സുമ്മ കത്തബാല ബാബിക, പിന്നീട് മൂപ്പര് ആ കുമ്പ എഴുതിയിട്ട് കുമ്പ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഗേറ്റ് എഴുതി വെച്ചു. യഖൂലു പറയുന്നത് على الباب خاوية وعسي وارتجي وهو باب مجرب لقضاء الحوائج. على الباب خاوية وعسي وارتجي وهو باب مجرب. ഇതാണ് എഴുതി വെച്ചത്. എടോ, വിനയത്തോടുകൂടി ഈ ഗേറ്റുകളിൽ നിന്നളാ, നിന്റെ ധാരണ നീ നന്നാക്കിക്കോ, നീ ആഗ്രഹിച്ചോ. ഇത് പരീക്ഷിക്കപ്പെടുന്ന ഗേറ്റാണ്, ആവശ്യം വീട്ടാൻ വേണ്ടി പരീക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഗേറ്റാണ്. ഇതാണ് എഴുതി വെച്ചത്. അങ്ങനെ വസാറ കൊല്ലുമൽ കുബ്ബാൻ തിൽക്കൽ കിതാബത്ത. ഈ ഗേറ്റ് ഈ കുമ്പന്റെ മുകളിൽ എഴുതി വെച്ചതും ഈ കുമ്പ ഉണ്ടാക്കിയതും കാണുമ്പോ ഇത് കാണുന്ന എല്ലാവരും എന്നുകാക്കും അല്ലാ ദാലിക്കൽ ഫഖീർ, ആ സാധുവായ മനുഷ്യന്റെ കാര്യം ഓർത്ത് ചിരിക്കുകയാണ്. അതുപോലെ അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ പറയും ഇന്നഹു ഖാഫ അല്ലാ ബിഅദും ബഅദ മൗതിഹി. മഹാൻ പേടിച്ചെന്തായിരിക്കും? ഈ ഷെയ്ഖ് മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം ആരും ഇദ്ദേഹത്തെ പറ്റി ശ്രദ്ധിക്കില്ല. ആ ഒരു ശ്രദ്ധയില്ല, ഒരു പേടിയാക്ക് വന്നുപോയി. ആ വന്നപ്പോഴാണ് മൂപ്പരി പണിയൊക്കെ എടുത്തതിനെ കാരണം അനുഭവ നാലിക്ക. അങ്ങനെ വിഷയം ഉപരിതറിഞ്ഞു. അത്തായുക്കാല പറയപ്പെടാൻ വേണ്ടി ഷെയ്ഖ് എന്ന് പറയണം. അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ഇതോട് വേണം. മുമ്പുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കിടക്കണം, ഇത് കഴിഞ്ഞേക്കും വേണം, ഇതെല്ലാവരും വരുന്നത്. പാതാ കുല്ലു ഉറൂർ, ഇത് വലിയാത്തൊരു ചതി, ഇത് മുഴുവൻ ചതിയാണ്. ബാബിൽ ഇസ്തിഹ്സാബി സ്വാലിഹീന, നല്ലവരായ ആൾക്കാരെ കൊണ്ട് പരിഹസിക്കാതെ കവാടം തുറക്കലാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം സ്വാലിഹീങ്ങളായ ആൾക്കാരെ മേലിൽ പുര കെട്ടണ്ടെന്നോ കെട്ടിടമുണ്ടാക്കണ്ടെന്നോ കബറ് കെട്ടിപ്പൊക്കിയാണോ പെട്ടിയും പുറമോടും വെക്കണ്ടെന്നോ അല്ല. പിന്നെന്താണ്? സ്വന്തം ചെയ്തു വെക്ക. ഞാനും ഷെയ്ഖാണ്, അത് അറിയപ്പെടണം, അതിനുവേണ്ടി ഇപ്പൊ തന്നെ കെട്ടിപ്പൊക്കിയിട്ട് അനുഭവിച്ചിട്ട് കൊണ്ടുപോയി മറമാടുക. ഇത് പറ്റൂലാണ്. ജനങ്ങൾക്ക് അറിയാം, വലിയ നല്ല അറിയിച്ചു കൊടുക്കും. അപ്പൊ ജനങ്ങൾ ചെയ്യും. സ്വാലികളുടെ പേരില് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, പുറകെ കെട്ടിയിട്ടുണ്ടല്ലോ. അതിനെന്താ? അതിനെ എതിർത്തുകൊണ്ടല്ല ഈ പറയുന്നത്. വിഡ്ഢികളായ കുറെ ആൾക്കാരുണ്ടാവും, സൂഫിസം ചമയും. അത് മരിച്ചു കഴിഞ്ഞാൽ വലിയ ഷെയ്ഖാണ്, സിയാറത്തിന്റെ കേന്ദ്രമാക്കണം, പൈസ കിട്ടണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഇത്തരം കുമ്പ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതോർത്ത് ചിരിച്ചതാണ്.
ഇതല്ല വേണ്ടത്. കുറെ കെട്ടിപ്പൊക്കലും വെട്ടിവെക്കലൊന്നും അല്ല. നാളെ മനസ്സിലേക്ക് നന്നാവുള്ള വഴിയെടുക്കുക, അങ്ങനെ സിയാറത്ത് നടത്തുക, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി അടുത്ത സ്വഭാവം എന്താണെന്ന് ഞങ്ങൾ പിന്നെ പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്.